എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. ഈ പ്രാവശ്യവും ഞങ്ങൾ കൊയിലാണ്ടിക്കുട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി റിയാബ് ചാപ്റ്ററിൻ്റെ നോമ്പുതുറ വളരെ ഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചു. ഞങ്ങളുടെ ഈ പരിപാടിക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ ഞങ്ങളെ സ്നേഹിക്കുന്ന, കൊയിലാണ്ടിക്കുട്ടത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും, റിയാദിലെ മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ സ്വാഗതം, അതുപോലെ തന്നെ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു നോമ്പുറൻ്റെ പ്രത്യേകത, നമ്മളെ കൊയിലാണ്ടിക്കുട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ 11ാം വാർഷികം കഴിഞ്ഞ 20-ാം തീയതി നടന്നു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. അതിന് നമ്മളെ നെടുന്തൂണായ ബാക്ക് ബോണായി നിന്ന നമ്മളുടെ മുഴുവൻ സ്പോൺസേഴ്സിന് നമുക്കിന്ന് ഈ ഒരു നോമ്പ് തുറയിൽ ഇഫ്താറിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷം. ഏകദേശം 200-200-നടുത്ത ആളുകൾക്ക് നോമ്പുറ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. എല്ലാ വർഷവും നടത്തി വരുന്ന റമദാൻ 1-നാണ് കൊയിലാണ്ടിക്കുട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി നോമ്പ് തുറ നടത്താറ്. ഈ പ്രാവശ്യം വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു. വന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഞങ്ങളെ കൂടെ ഉണ്ട്. അവർ 2 വാക്ക് നമുക്ക് കേൾക്കാം. താങ്ക് യു. എൻ്റെ പേര് പ്രവീൺ. ഞാൻ വിജയ മസാല ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. എനിക്ക് ഈ കൊയിലാണ്ടിക്കുട്ടത്തിലൂടെ ഇത് നോമ്പ് തുറയിൽ എത്തിക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷം. എൻ്റെ റിയാദിലെ ഏറ്റവും ആദ്യത്തെ നോമ്പ് തുറയാണ്. അപ്പോൾ അത് ഇവരുടെ കൂടെ ആവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും കൊയിലാണ്ടിക്കുട്ടം ഇനിയും ഞങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. സാധാരണ 1-ാമത്തെ നോമ്പുതുറ എന്നതിനാണല്ലോ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസത്തിലെ ആ നൊസ്റ്റാൾജിയയുടെ ആ ഫീല്, സ്നേഹബന്ധങ്ങൾ വീണ്ടും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിലെ സന്തോഷം, കൊയിലാണ്ടിക്കൂട്ടത്തിനോടുള്ള ദീർഘകാല ബന്ധത്തിലെ ഉള്ള സുഹൃത്തുക്കളെ കാണുന്നതിലുള്ള സന്തോഷം എല്ലാം ആകെ നിറഞ്ഞ മനസ്സോടെയാണ് ഇവിടെ നിൽക്കുന്നത്. മുൻകാലങ്ങളിൽ റിഫയെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ റിഫയുടെ നോമ്പുതുറ 1-ാം ദിവസം തന്നെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും കൊയിലാണ്ടിക്കൂട്ടത്തിന് പങ്കെടുക്കാൻ കഴിയാറില്ലായിരുന്നു. അപ്പോൾ ഈ തവണ ഞങ്ങളങ്ങനെ 1-ാം തീയതി അല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലും പങ്കെടുക്കാൻ സാധിച്ചു. എല്ലാ ആശംസകളും കൊയിലാണ്ടിക്കൂട്ടത്തിന് അർപ്പിക്കുന്നു.